നീ വേണം കഴിഞ്ഞതൊക്കെ മറന്ന് ഗിരിയേയും പാർവതിയും അവിടെ ചെന്ന് ക്ഷണിച്ചോണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ആ സ്കൂട്ടറിലാവുമ്പോ രശ്മിക്ക് അവളുടെ സൗകര്യം പോലെ പോവാൻ വരൊക്കെ ചെയ്യാലോ. നീ ഇനി സ്കൂട്ടറിൽ പോയാൽ മതി. നിന്നെ ഞാൻ സ്കൂട്ടർ പഠിപ്പിക്കാം. മാത്രമല്ല പെൺകുട്ടികളായ സ്വയരക്ഷയ്ക്കുള്ള അടവുകളും പഠിച്ചിരിക്കണം. അല്ല ഗിരിയേട്ടൻ? ഗിരിയേട്ടൻ അത് സമ്മതം തന്നെയാ അല്ലേ ഗിരിയേട്ടാ? അപ്പൊ നാളെ മുതൽ നമ്മൾ സ്കൂട്ടർ പഠിക്കാൻ പോകുന്നു. സൂക്ഷിച്ചൊക്കെ ഓടിക്കണം കേട്ടോ. എന്താ കുഞ്ഞി കാണിക്കുന്നെ? അല്ല ഞാനും കൂടെ ഒന്ന് പഠിച്ചാലോ? ഇപ്പോഴൊന്നും പഠിക്കണ്ട. അതെ, നമുക്കാദ്യം സൈക്കിൾ ഓടിച്ച് പഠിച്ചാ പോരെ? സൈക്കിൾ എനിക്ക് ഓട്ടിക്കറിയാം. അറിയോ കുഞ്ഞിക്ക്? അതെ, പത്മനാഭ മുതലാളി വരുന്നുണ്ട്. ആ ശശി, ഞാനേ നിങ്ങളോട് എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനാ. പപ്പേട്ടൻ പറയണം. ആ കഴിഞ്ഞ ദിവസം ശശി ഇവിടെ വന്ന് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടില്ലേ? ആ അതിനെക്കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ചു. പക്ഷേ സത്യം തുറന്നു പറയാമല്ലോ, എനിക്ക് അതില് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ അത് എൻ്റെ മോളുടെ കാര്യമായതുകൊണ്ടാവാം. അതുകൊണ്ട് അതിനായി ഒരു ജോത്സ്യനെ കണ്ടുകൊണ്ട് ഒരു പരിഹാരം കാണാമെന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു ജോത്സ്യനെ കാണാൻ പോയി. ജോത്സ്യനെ കണ്ടിട്ട് ജോത്സ്യൻ എന്ത് പറഞ്ഞു? ആ ശശി, അതെ, കരുനീലിക്കാവിലമ്മ കോപിച്ചിരിക്കുകയാണെന്ന്. അമ്മയുടെ കോപം കാരണം നാട്ടില് അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുന്നു. അമ്മ കോപിക്കാൻ എന്താ കാരണം? എന്റെ ശശി, ഞാൻ ചെയ്ത തെറ്റ്. ശശിയെ, ഈ പൂർണ്ണ മനസ്സോടെ അല്ലല്ലോ ഗിരിയുടെയും പാർവതിയുടെയും വിവാഹം ഞാൻ നടത്തി കൊടുത്തത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ അംഗീകരിക്കുകയോ ക്ഷമിച്ച് തിരിച്ച് തറവാട്ടിലോട്ട് ക്ഷണിക്കുകയോ ചെയ്തില്ല. നാട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉചിതമായ തീരുമാനമെടുക്കുന്ന ഞാനേ എന്റെ മകളുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി.
അച്ഛൻ എന്തൊക്കെയും നിങ്ങൾ ദൈവത്തെ പോലെ എന്നെ കാണുമ്പോ ഞാൻ എടുക്കുന്ന തീരുമാനവും ദൈവികമായിരിക്കണ്ടേ? അവിടെ എനിക്ക് പിഴച്ചു. എന്റെ ഈ പിഴവ് കാരണമാ കരുനീലിക്കാവിലമ്മ കോപിച്ചിരിക്കുന്നത്. അമ്മയുടെ കോപം മാറാൻ ഇനി എന്ത് ചെയ്യണം? അല്ല, അതിനി ഒരു പരിഹാരമേ ഉള്ളൂ. അതെ, ഞാൻ ചെയ്ത തെറ്റ് അത് ഞാൻ തന്നെ തിരുത്തണം. ആ അതെ, ഗിരിയെയും പാറുവിനെയും ഞാൻ അംഗീകരിക്കണം. അവരെ ഞാൻ തുറന്ന മനസ്സോടെ, കളങ്കമില്ലാത്ത ഹൃദയത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കണം. അല്ല, ഞാൻ കാരണം കരുനീലിക്കാവിൽ അമ്മയുടെ കോപം ഈ നാടിനുണ്ടാവാൻ പാടില്ല. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പടനിലത്തിന്റെ യശസ്സിനു വേണ്ടി എന്റെ മോളെയും മരുമോനെയും ഞാൻ സ്വീകരിക്കാൻ പോകുക. അച്ഛൻ അതെ, എന്റെ ഈ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇപ്പോഴാ പപ്പേട്ടൻ കരുനീലിക്കാവിന്റെ യഥാർത്ഥ ദൈവമായിട്ട് മാറിയത്. ആ ആ, 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 ആ. ആ, ഭാഗ്യേ, ഭാഗ്യേ, പെറ്റ വയറിന്റെ നോവ് എനിക്കറിയാം. നമ്മുടെ മകളെ ഓർത്ത് നീ ദുഃഖിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മോളെയും ഗിരിയെയും സ്വീകരിക്കാൻ ഭാഗ്യേ. എന്താ, നിനക്ക് സന്തോഷമായില്ലേ? ആ നീ വേണം കഴിഞ്ഞതൊക്കെ മറന്ന് ഗിരിയെയും പാർവതിയും അവിടെ ചെന്ന് ക്ഷണിച്ചോണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ആ